ബോർഡർ അടുപ്പിച്ചൊക്കെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസം ഈ കാണുന്ന വീഡിയോയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ അതിൻ്റെ ബോർഡറിലാണ്. കാശ്മീർ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാശ്മീർ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു വ്യത്യാസം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. എന്തായാലും കാണാത്തവർക്ക് ഒരിക്കലും മണാലിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് നിരാശപ്പെടുത്തില്ല. മണാലി കാണേണ്ട ഒരു സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് ഉറപ്പായിട്ടും. മഞ്ഞ് കാണണം, ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ മഞ്ഞ് എക്സ്പ്ലോർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും മണാലി വരെ പോയിട്ട് വന്നിരുന്നത് നല്ലതാണ്. അതിലോട്ട് നമ്മളെടുക്കുന്ന എഫേർട്ട്, നമ്മൾ ആ ട്രെയിനിലായാൽ പോലും നമ്മളവിടെ ഇരിക്കുന്ന സമാധാനം ഒരിക്കലും ആ സ്ഥലം നമ്മളെ നിരാശപ്പെടുത്തത്തില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന കാഴ്ച കണ്ട ഉടനെ നമുക്ക് ഭയങ്കര സന്തോഷം, പറഞ്ഞറിയാൻ പറ്റത്തില്ല. അത്രയും ഒരു സന്തോഷമാണ് നമുക്ക് മണാലി തരിക. എവിടെ ഇറങ്ങണം, എന്ത് ചെയ്യണം, എവിടെയോ എത്തിപ്പെട്ട ഒരു ഫീലാണ്. എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവില്ല നമുക്ക്. ഇറങ്ങി നിൽക്കണോ, കളിക്കണോ, അതിൽ കിടന്ന് ഉരുളണോ, വാരി എറിയണോ, സ്വപ്ന ലോകത്തെത്തിയ ഒരു ഡ്രീം പ്ലേസിലെത്തിയ ഒരു ഫീലാണ് സത്യത്തിൽ. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ് പറഞ്ഞു പോകുന്നല്ല പറഞ്ഞു. കാരണം അത്രയും നല്ലൊരു കാഴ്ചയാണ് പടച്ചോൻ ആ ദിവസം ഒരുക്കി വെച്ചത്. അറിയാതെ പോലെ നമ്മളെ സൃഷ്ടാവിനെ കുറിച്ച് പടച്ചോൻ എന്തൊക്കെയാണ് ദുനിയാവിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അവൻ്റെ ലോകത്തൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ എത്രത്തോളം ചെറിയൊരു കണികയാണെന്നും ഈ ദുനിയാവ് എത്രത്തോളം വലുതാണെന്നും മനസ്സിലാവും. യാത്രകൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചിരും, ലെസണാണ്. ഓരോ യാത്ര ചെയ്യുന്നതോളം നമ്മളെ മനസ്സിലാക്കാനും നമുക്ക് വളരാനും നമ്മുടെ മനസ്സിനെ വളരെ വിശാലമാക്കി നിർത്താനും ഓരോ യാത്രകൾ നമ്മളെ സഹായിക്കും. ഓരോ ആൾക്കാർ, ഓരോ ദേശാന്തരങ്ങളിലുള്ള മനുഷ്യരെ കാണാൻ പറ്റും, അവരുടെ കൾച്ചർ, അവരുടെ സ്വഭാവ രീതികൾ. അതുപോലെ തന്നെ നമ്മളെ കൂടെ വന്ന ഓരോ മനുഷ്യരും, നല്ലവരായ മനുഷ്യരെ നമുക്ക് സമീപിക്കാനും അവരുമായിട്ട് സഹവസിക്കാനും സാധിക്കും. നമ്മളെ മലയാളി എത്ര പൊളിയാണെന്ന് ഫീൽ ചെയ്യും. കാരണം ഓരോ അവസ്ഥകളിലും നമുക്ക് എന്തെങ്കിലും ട്രബിൾ വരുന്നതിന് മുമ്പ് നമ്മളെ സഹായിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി നമ്മളെ കൂടെ ഉള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നു. സോ ഒരു കുടുംബത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നതിനേക്കാളും പൊളിയായിരുന്നു. കാരണം അതൊരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പായിട്ട് തോന്നിയിട്ടില്ല. എല്ലാ സമയത്തും എല്ലാത്തിനും ഒരു മെഡിസിൻ ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് കുഞ്ഞൊന്ന് ക്ഷീണിച്ചാൽ പോലും അതിന് പോലും സഹായിക്കാൻ 100 കണക്കിന് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ പിള്ളേരുണ്ടായിരുന്നു. എല്ലാവരും നല്ല പോസിറ്റീവ് എനർജി ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താവശ്യത്തിനും അവർ നമ്മളെ കൂടെ ഹെൽപ്പായിട്ടുണ്ടായിരുന്നു. ഒരിക്കലും നമ്മൾ വേറെ അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണെന്ന് ഫീൽ ചെയ്ത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. നമ്മൾ മലയാളികളാണ്. ആ ഒറ്റ ചിന്ത മാത്രമേ യാത്രയിലുണ്ടായിരുന്നുള്ളൂ. നമ്മളെല്ലാവരും ഒറ്റ വീട്ടിൽ നിന്ന് വന്നവരാണ്. നമ്മൾ മൊത്തം മലയാളികളാണ്. മലയാളികൾ പൊളിയല്ലേ ഗൈസ്, നമ്മൾ എന്തൊക്കെ തരണം ചെയ്തിട്ടുണ്ട്, എല്ലായിടത്തും ഒറ്റക്കെട്ടായിട്ട് നിന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു യാത്രയിൽ നമുക്കൊരിക്കലും വിഷമമോ വേറെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രത്യേകതയും കൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ മഞ്ഞ് കാണാൻ ആഗ്രഹിച്ചപ്പോൾ ഒരു പൂ ചോദിച്ചപ്പോൾ പടച്ചോൻ ഒരു പൂക്കാലം തന്നൊരവസ്ഥയായിരുന്നു. കുറച്ചൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ച് പടച്ചോൻ ഇതാ കണ്ടില്ല, നോർത്ത് പോർട്ടലിൽ അട്ടൽ ടണൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ ടണൽ കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാശ്മീർ